മുഴുവൻ കണ്ടന്റുകളുടെയും ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് പ്ലസ് റിവിഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കാൻ പോകുന്നത്. ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ഏറ്റവും വലിയ ഡ്രീംസിലൊന്നാണ് ഒരു എ ലെവൽ പോസ്റ്റ് തന്നെ കരസ്ഥമാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എ ലെവൽ പോസ്റ്റിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ വരാൻ പോകുന്ന കമൻസ് ആയിരിക്കും ഇനി എ ലെവൽ എക്സാംസ് ഒക്കെ ഈ അടുത്ത കാലത്ത് എങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള രീതിയിലായിരിക്കും കമൻസ് വരാൻ പോകുന്നത്. ഈ അടുത്ത് ഏതെങ്കിലും എ എക്സാംസ് വരാൻ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയമുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട എ ലെവൽ എക്സാംസുകളൊക്കെ കണ്ടക്ട് ചെയ്തു പോയിട്ടുണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ. അതിനർത്ഥം ഇനി ഒരു എ ലെവൽ എക്സാം വരില്ല എന്നാണോ? ഒരിക്കലുമല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ എക്സാംസുകളും ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതായത് എക്സാമുകൾക്ക് ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇതേപോലെ എക്സാംസുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ആ സമയത്ത് പഠിച്ചു തുടങ്ങാം എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ എക്സാംസുകൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. ബിക്കോസ് ഈ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്ത പല ഉദ്യോഗാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, ഇവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എക്സാംസുകൾ ഓരോന്നായിട്ട് മനസ്സിലാക്കി ആ എക്സാംസുകൾക്കെല്ലാം കൂടി വേണ്ടിയിട്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ മുഴുവൻ കണ്ടന്റും ഫൗണ്ടേഷൻ സെറ്റാക്കി വെച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് പിന്നീട് വരുന്ന ഓരോരോ എക്സാംസുകളിലും അത് ഡിപ്ലോമ ലെവലാണെങ്കിലും ശരി എ ലെവലാണെങ്കിലും ശരി ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇനിയുള്ള വർഷം അടുത്ത 1-2 വർഷങ്ങളിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട രീതിയും അത് തന്നെ ആയിരിക്കണം. കുറച്ചായിട്ട് നിങ്ങൾ കണ്ടന്റ് എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങൾ ഏൺ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടന്റ് ഏൺ ചെയ്ത് അതേപോലെ നമ്മൾ ഫൗണ്ടേഷൻ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് എ ലെവൽ PSC എക്സാംസ് വന്നാലും ഇലക്ട്രിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. സ്പാർക്ക് ബാച്ച് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അനൗൺസ് ചെയ്യുന്നത്. എന്താണ് ഈ സ്പാർക്ക് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന മുഴുവൻ എ ലെവൽ ഇലക്ട്രിക്കൽ എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് ഈ ഒരു സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്ന്, ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് കോഴ്സ് ഫോർ എവറി എ ഇലക്ട്രിക്കൽ PSC എക്സാം. ഇലക്ട്രിക്കൽ PSCയിൽ എ ലെവൽ നടത്തുന്ന മുഴുവൻ എക്സാംസുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പാർക്ക് ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം സ്പാർക്ക് ബാച്ചിന്റെ സിലബസ് എന്ന് പറയുന്നത് എ ലെവൽ സിലബസ് ആയിരിക്കും. അതായത് ഒരുപാട് എ ലെവൽ എക്സാംസുകൾ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. KSEBയുടെ എ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ലെക്ചർ ഇൻ പോളിടെക്നിക് ആയിക്കോട്ടെ, അതെല്ലാം എ ലെവലിലുള്ള എക്സാംസുകളാണ്. സോ അത്തരത്തിലുള്ള മുഴുവൻ എക്സാംസുകളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് എ ലെവലിൽ സ്പാർക്ക് ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ബാച്ചിൽ ഒരിക്കലും ഒരു ദിവസം തന്നെ 4 മണിക്കൂർ 5 മണിക്കൂർ ക്ലാസ്സും ഡെയിലി ലൈവ് ക്ലാസ്സും ഒന്നായിട്ട് നിങ്ങൾക്കൊരു ബേർഡൻ ആവുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡെയിലി നമ്മൾ നമ്മൾ പറയാറുണ്ട് കുറച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്വപ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധ്യമാവുന്നുള്ളത്. അതേ പാറ്റേണിൽ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് കണ്ടന്റ് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ മതി. 1 മണിക്കൂറൊക്കെ ആർക്ക് വേണമെങ്കിലും മാറ്റി വെക്കാൻ പറ്റൂലേ. നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടമ്മ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജോലി സ്ഥലത്തായിക്കോട്ടെ, എവിടെയാണെങ്കിലും 1 മണിക്കൂർ സമയം നിങ്ങൾ PSCക്ക് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ അത് എവിടെയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വിദേശത്തായിക്കോട്ടെ, നമ്മുടെ നാട്ടിലായിക്കോട്ടെ, മറ്റ് സ്റ്റേറ്റിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ വരുത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ സ്പാർക്ക് തന്നെയായിരിക്കും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ലോങ് ടേം ബാച്ചാണ്. ഒരിക്കലും ഈ ബാച്ച് എന്ന് പറയുന്നത് ഒരു 6 മാസത്തെ ഷോർട്ട് ടേം ബാച്ചോ അല്ലെങ്കിൽ ഒരു ക്രാഷ് ബാച്ചോ ഒന്നുമല്ല. ഇത് കൃത്യമായിട്ട് ലോങ് ടേമിലാണ് നമ്മൾ ഈ ഒരു ബാച്ചിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പ്. ഈ എക്സാമിനേഷന് അല്ലെങ്കിൽ ഇത്തരം ബാച്ചസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെന്റർഷിപ്പ് ഇല്ലാതെ ഈ ബാച്ച് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊരു എക്സാമിൻ്റെ കോച്ചിങ്ങിന് പോകുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്റ്റാർട്ടിങ്ങിൽ ഒരു ആവേശത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ കോഴ്സിലൊക്കെ വരും, പക്ഷേ പിന്നീട് ആ ആവേശം നിലനിർത്താൻ കഴിയാതെ പോവാറുണ്ട്. സോ അവിടെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്പാർക്ക് ബാച്ചിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ കണ്ടന്റും PXC എക്സാമുകളിൽ എ ലെവലിൽ ചോദിക്കാൻ പോകുന്ന മുഴുവൻ കണ്ടന്റുകളുടെയും ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് പ്ലസ് റിവിഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കാൻ പോകുന്നത്. അതേപോലെ എക്സാംസുകളെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. കൃത്യമായിട്ട് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മോക്ക് എക്സാംസുകളും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളുമായിട്ട് എക്സാം സീരീസും നിങ്ങൾക്ക് ഇതിന്റെ പാർട്ടായിട്ട് ലഭിക്കും. അതായത് എല്ലാ അർത്ഥത്തിലും ഒരു കോംബോ ബാച്ച് തന്നെയാണ്. അതായത് മൾട്ടിപ്പിൾ എക്സാംസുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള
ഒരു ലെവൽ കോംബോ ബാച്ചാണ് നമ്മുടെ സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്നത്. സോ സ്പാർക്ക് ബാച്ചിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ലെവൽ എക്സാംസുകളെ ലോങ് ടേം ആയിട്ട് നിന്നുകൊണ്ട് ഒരു വലിയ ബേർഡൻ ഇല്ലാത്ത രീതിയിൽ ഡെയിലി ഒരു 1 hour എങ്കിലും മാറ്റി വെച്ചുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ചാണ്. സോ ഈ ബാച്ചിന്റെ എല്ലാ സവിശേഷതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കരിയറിൽ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും വലിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ ഈ ബാച്ചിലൂടെ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. സോ ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ, സ്പാർക്ക് ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാം ഒക്കെ പിന്നെ എപ്പോഴോ ആണ് വരാൻ പോകുന്നത്, ഈ അടുത്ത കാലത്തൊന്നും വരില്ല എന്നുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരു പക്ഷേ ഈ വീഡിയോന് താഴെ വരാൻ സാധ്യതയുണ്ട്. സോ അത്തരം നെഗറ്റീവ് കമന്റ്സുകളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. കാരണം നെഗറ്റീവ് കമന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം കമന്റ്സുകൾ ഇങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ട് എന്ന് ചിന്തിക്കുക. വരാനിരിക്കുന്ന ഒരുപാട് PSC എക്സാംസുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അവസരങ്ങളൊന്നും എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. സോ ഈ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ സ്പാർക്ക് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ബാച്ചിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ ഈ ബാച്ചിലൂടെ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങൾ, ലെവലിൽ ഒരു ഗസറ്റഡ് റാങ്കിൽ നിങ്ങൾ പഠിച്ച ഇലക്ട്രിക്കൽ സ്ട്രീമിൽ ജോലി ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഈ അവസരം ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ അവസരം മിസ് ചെയ്തിരിക്കാനും ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.